നോമ്പൊക്കെ തുടങ്ങിയതിൽ പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിന്റെ കണ്ടന്റ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി മൂന്നാമത്തെ നോമ്പാണ് കേട്ടോ. എണ്ണിപ്പെറുക്കി ഞാൻ ഈത്തപ്പഴം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിതാ വാതോരാതെ ഞാൻ വരാത്തതിലുള്ള പരാതി നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സംഭവം ഞാനൊന്നും അങ്ങോട്ട് ഉറങ്ങിപ്പോയതായിട്ട് ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കൂടെ കയ്യിലൊക്കെ ഇട്ടൊന്ന് ഇളക്കി ഒന്ന് സഹായിച്ചു. സമൂസ, ഫ്രൂട്ട്സ്, അതുപോലെ പത്തിരിക്ക് എന്റെ ഫേവറേറ്റ് കറി ഈ ഒരു ചിക്കൻ തേങ്ങ അരച്ച് വെച്ച കറി കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയ നല്ല ചിക്കൻ പൊരിച്ചതും നൈസ് പത്തിരി. അപ്പതാ ഞാൻ ആദ്യം എണ്ണക്കടിയിലാണ് പിടിച്ചത്. സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടെ ഇന്ന് മൈദ കൊണ്ടാണ് കേട്ടോ അതിന്റെ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഷീറ്റ് അല്ല. പിന്നെ ഇതാ കുറെ കട്ടൻ ചായയും വേണം എനിക്ക്. ഇതാ വെള്ളം, ജ്യൂസ്, ചായ മാറി മാറി കുടിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇന്നിനി ഞാനും ഷായും കൂടെ ഷായിന്റെ വീട്ടിലേക്ക് പോവാണ്. ഷായിന്റെ ഉമ്മയ്ക്ക് 2 മാക്സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ക്ലോത്ത് എടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ സോഫ്റ്റ് ക്ലോത്ത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റയോൺ ക്ലോത്ത് ആയിരുന്നു കേട്ടോ നോക്കിയെടുത്തത്. പിന്നെ നമ്മളൊന്ന് അജ്ഫാനിൽ കയറി കുറച്ച് പർച്ചേസിംഗ് നടത്തി. ഈ ഒരു ഒമാൻ പൊട്ടാറ്റോ ചിപ്സ്, സ്പ്രൈറ്റ്, ബാർബിക്കൻ, ബൗണ്ടി, കിൻഡർ ചോക്ലേറ്റ് മിനീസ്, പിസ്താഷ്യൂസ്, പിന്നെ കുറച്ച് ഡേറ്റ്സും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കിൻഡറിന്റെ വേറെ പല ചോക്ലേറ്റ്സ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ വേരിയന്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഒരു മാരണം ഷായിനൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ എടുത്തതായിരുന്നു. അതിന്റെ മണം വന്നപ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി. ഷായിനും ഒട്ടും ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കുറിച്ചോണ്ടൊക്കെ ഇരിക്കാൻ എന്താ ഇഷ്ടമുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യണേ.